الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ സൂചന കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങളും എല്ലാ ഇബാദത്തുകളും അല്ലാഹു തആല സ്വീകരിച്ച് സജ്ജനങ്ങളിലും മുത്തഖീകളിലും അല്ലാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ടും ഹജ്ജിൻ്റെ ഹാജിമാരും ഹജ്ജുമാരും ഒക്കെ പരിശുദ്ധമായ ഹറമിലേക്ക് യാത്ര തിരിക്കാനുള്ള സമയങ്ങളും യാത്ര തിരിച്ചവരും ഒക്കെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഖബൂലും മർദിയുമായ ഹജ്ജ് മുഅ്മിൻ ചെയ്യാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സവിശേഷമായ പ്രത്യേകമായ ദിനങ്ങളിൽ ഹാജിമാരോട് പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ സുന്നത്താണ്. ഒരു ഹജ്ജിന് പോകുമ്പോൾ അവരോട് പ്രത്യേകമായി ദുആ ചെയ്യണം. അതുപോലെ ഹാജിമാർ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. രണ്ട് ബാധ്യതയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജി വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജി. അല്ലാഹുവേ ഹാജിമാർക്ക് നീ പുറത്തു കൊടുക്കണം. വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജി. ഹാജിമാർ ആർക്കൊക്കെ വേണ്ടിയാണോ പാപമോചനം തേടുന്നത് അവർക്കും നീ പുറത്തു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പത്രത്തിൽ ഓരോട് പ്രത്യേകമായി ഹാജിമാരെ കാണുമ്പോൾ അവരുടെ ഒരുപക്ഷെ തെറ്റുകളും ഒക്കെ ഏകദേശം ധാരണയിലായി കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലായാലും ഇതര നാടുകളിലായാലും ഏത് ഹാജിയെ കണ്ടാലും അവരോട് പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും അതുപോലെ തന്നെ മദീനയിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിലേക്ക് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹി അസ്സലാം പറയുകയും ചെയ്യുക. കാരണം അത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. സലാം പറയുക എന്ന് പറയുമ്പോൾ സാധാരണയിൽ നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ കാണുമ്പോൾ അറിയാം എൻ്റെ അളിയനോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്നും സാധാരണ പറയാറുണ്ട് തന്നെ. നമ്മളൊരു സലാം നമ്മുടെ പരസ്പരം നമ്മൾക്കുള്ള സലാമിനെ മറ്റൊരാൾക്ക് എങ്ങനെ അറിയിക്കേണ്ടത് സന്ദർഭത്തിനോട് ചോദിച്ച് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളോട് സലാം പറഞ്ഞു വിടുകയാണ്. എങ്ങനെയാണ് നമ്മൾ സലാം പറഞ്ഞു വിടേണ്ടത്? എങ്ങനെയാണ്? ഇപ്പോൾ മറ്റൊരു കണ്ണാടി മുക്കൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു സഹോദരനോട് നമ്മൾ മറ്റൊരു സഹോദരനോട് പറഞ്ഞു വിടുക, അയാളോട് എൻ്റെ സലാം പറഞ്ഞു വിടുക. സാധാരണ പലരും പറയാറുണ്ട് സാധനം ഇങ്ങനെയാണ് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ്. എങ്ങനെ സലാം പറഞ്ഞു വിടേണ്ട രൂപം? എൻ്റെ സലാം മറ്റൊരാൾക്ക് അറിയിക്കണം. അത് മറ്റൊരാൾ മുഖേനയാണ് അറിയിക്കുന്നത്. എങ്ങനെ സലാം പറഞ്ഞു വിടും? ഹജ്ജിൻ്റെ വിഷയമല്ല, നമ്മൾ നമുക്കിടയിലുള്ള സലാമിൻ്റെ വിഷയമാണ് പറയുന്നത്. ഹജ്ജിൻ്റെ പിന്നെയാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും എന്ന് അയാളോട് എൻ്റെ സലാമിനെ അറിയിച്ചു. ഇതാ പറയുന്നത്. അസ്സലാമു അലൈക്കും എന്ന സലാം അയാളോട് എന്ത് ചെയ്യാം? അറിയിച്ചേക്കുക. ചിലർ പറയാറുണ്ട് എങ്ങനെയാണ് അറിയാം ഇക്കാരോട് സലാം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ ആ സലാമിനെ മടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ സലാമിനെ നമുക്കോ നമ്മുടെ മേൽ ഒരാൾ സലാം പറഞ്ഞു വിട്ടാൽ നമ്മൾ എങ്ങനെ മടക്കേണ്ടത്? എങ്ങനെ മടക്കേണ്ടത്? ഇപ്പം വൈദ്യനിക്കാരത് ഒരാൾ തൻ്റെ പഴയകാല ബാല്യകാല സുഹൃത്ത് മറ്റൊരാൾ വഴി മുഖേന ദൈവം സലാം പറഞ്ഞു വിട്ടു. അപ്പൊ എങ്ങനെ മടക്കും? ഇതുവരെ ആരെങ്കിലും സലാം പറഞ്ഞു വിട്ടിട്ടില്ല. എന്താ പറയുന്നത്? എന്താ എങ്ങനെ മടക്കേണ്ടത്? വലൈക്കും അസ്സലാം മാത്രം പറഞ്ഞാൽ മതിയോ? അപ്പൊ ഈ കൊണ്ടുവന്ന സലാമിനെ കൊണ്ടുവന്ന ആളിന് ഒരു എന്തെങ്കിലും കൊടുക്കണ്ടേ? കൈമണി എന്തെങ്കിലും കൊടുക്കണോ? അയാളാണ് നമ്മുടെ സലാമിനെ മറ്റൊരാളുടെ സലാമിനെ ചൂടുന്ന് നമ്മുടെ അടുക്കലേക്ക് നമ്മളൊന്ന് ഏൽപ്പിച്ചു. അപ്പൊ അയാളെ വെറുതെ വിടാൻ പറ്റുമോ? അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആരാ പറഞ്ഞത്? വഅലൈക വഅലൈഹിസ്സലാം. വഅലൈക വഅലൈഹിസ്സലാം. ഒരാൾ നമ്മോട് സലാം പറഞ്ഞു വിട്ടാൽ നമ്മൾ തിരിച്ചു മറുപടി പറയേണ്ടത് എങ്ങനെയാണ്? വഅലൈക വഅലൈഹിസ്സലാം. വഅലൈക താങ്കൾക്കും. ആദ്യം കൊണ്ടുവന്ന ആളിനാണ്. നമ്മുടെ സലാമിനെ നമ്മൾ തമ്മിൽ അറിയിച്ചതാണല്ലോ കൊണ്ടുവന്നില്ലേ? മീഡിയേറ്ററായിട്ട് വന്ന ആളിനാണ് ആദ്യം വഅലൈക താങ്കൾക്കും വഅലൈഹിസ്സലാം. ആ പറഞ്ഞു വിട്ട ആളുകൾ അല്ലാഹുവിന്റെ രക്ഷയും ഉണ്ടാകട്ടെ എന്ന് അറിയാം. സന്ദർഭത്തിനോട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ റസൂലുള്ളാഹിയുടെ റൗള ശരീഫിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഹാജ് പോകുമ്പോൾ മദീനയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ ആ റൗളയിലേക്ക് എങ്ങനെ സലാം പറഞ്ഞു വിടേണ്ടത്? അളിയന്റെ സലാം ഓടാൻ വിട്ടേ അങ്ങനെയോ? അളിയന്റെ സലാമിനെ റൗളയിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്.
അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക്കും യാ നബിയല്ലാഹ് തുടങ്ങിയ അത്തരത്തിലുള്ള ആ വാചകങ്ങൾ കൊണ്ടാണ് എൻ്റെ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന സലാമിനെ എൻ്റെ ഹബീബിൻ്റെ റൗദയിലേക്ക് ഇങ്ങ് പറഞ്ഞേക്കണേ എന്നാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകമായി സലാം പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി എല്ലാവരെയും പരിപൂർണമായി നന്മകളിൽ മത്സരിക്കാനും മുന്നേറാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജിലേക്ക് ഉംറയ്ക്ക് വേണ്ടി യാത്രയാകുന്ന ലോകത്തിലെ മുഴുവൻ ഹാജിമാർക്കും ഹജ്ജുമാർക്കും അല്ലാഹു നല്ല പരിപൂർണമായി മഖബൂലുമായ ഹജ്ജ് ഉംറയും ചെയ്യാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പ്രിയപ്പെട്ടവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.